കാളവണ്ടി കാണാൻ പോകുന്ന ഒരു കാഴ്ചയിലേക്കാണ് കേരള വിഷന്റെ പ്രേക്ഷകരെ കാണാൻ പോകുന്നത്. ഒന്ന് ചേട്ടാ ഒന്ന് നിർത്തണേ. ഈ വണ്ടിയുടെ കാളവണ്ടിയുടെ വിശേഷങ്ങളൊക്കെ ഒന്ന് ചോദിച്ചറിയാൻ വേണ്ടിയാണേ. കൂടെ വരുന്നു. ലോക്ക് ഇടണോ? വേണ്ടല്ലോ, കുഴപ്പമില്ല. ഇതിന് നമ്മള് അറവുശാലയിലേക്ക് കൊണ്ടുപോയ ഒരു മാണിക്യൻ എന്ന പേരുള്ള ഒരു കാളക്കുട്ടിയാണ് അല്ലേ? അതിപ്പോ നമുക്ക് അതിനെ എങ്ങനെയാണ് ഈ ചിക്കുശിവൻ എങ്ങനെയാണ് ഇതിനെ ഇങ്ങനെ ഇപ്പൊ ഈ കാളവണ്ടിയിലേക്ക് മാറ്റിയത്? ഇത് എന്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു കാളെ വാങ്ങിക്കണം എന്നുള്ളത്. നമുക്കിപ്പോ 2 കാളെ ഉണ്ടായിരുന്നു. അത് നമ്മൾ രണ്ട് കാളെ കെട്ടുന്ന കാളവണ്ടിയായിരുന്നു. അപ്പൊ ഒറ്റ കാളെ കെട്ടുന്ന ഒരു കാളെ വേണം വണ്ടിയിലെ, ഒറ്റ വണ്ടിയിൽ കിട്ടുന്ന ഒരു കാളെ വേണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ തെരഞ്ഞു പോയത്. അപ്പം നമുക്ക് ഒത്തിരി നമ്മൾ അന്വേഷിച്ചു കാളെ ഒന്ന് നമുക്ക് പറ്റുന്ന ഒരു കാളെ വേണമെന്ന് വിചാരിച്ചു. പക്ഷെ കിട്ടിയില്ല. അങ്ങനെ ഇരുന്നപ്പോഴാണ് മാണിക്കനെ കണ്ടത്. മാണിക്കനെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരു 10 മിനിറ്റ് വൈകിയായിരുന്നെങ്കിൽ ആ പേരിന് തന്നെ ഒരു കാളയുമായിട്ട് ബന്ധപ്പെട്ട അതെ അങ്ങനെ ഇട്ടതാണോ? നമ്മുടെ തേന്മാവിൻകൊമ്പത്ത് സിനിമയ്ക്കകത്തെ കാളവണ്ടിയൊക്കെ നമ്മുടെയാണ്. അപ്പൊ അതുകൊണ്ട് ബന്ധപ്പെട്ട് നമുക്ക് മാണിക്കൻ എന്നുള്ള പേര്, നമ്മുടെ നേരത്തെ ഒരു കാളയ്ക്കും മാണിക്കൻ ആയിരുന്നു. അപ്പൊ അത് തന്നെ ഞാൻ ഇവന് വിട്ടു. നമ്മുടെ ഈ നാട്ടുമൃഗങ്ങളിലെ ഒരു അപൂർവ കാഴ്ചയാണ്. അപ്പൊ ചിക്കുശിവന്റെ കൂടുതൽ വിവരങ്ങളൊക്കെ കേരള വിഷന്റെ പ്രേക്ഷകരോട്ടൊക്കെ എവിടെയാണ്? തീർച്ചയായും എന്റെ സ്ഥലം തട്ടയിലാണ്. നന്ദന ഫാം എന്ന് പറയുന്ന സ്ഥാപനത്തിന്റെ ഓണറാണ് ഞാൻ. എന്റെ പേര് ചിക്കു നന്ദന എന്നാണ്. അപ്പൊ നമ്മുടെ ഒരു മിനി സൂ പോലെ നമ്മൾ അവിടെ സെറ്റ് ചെയ്തേക്കുന്നതാണ്. അതായത് എല്ലാ ആനിമൽസും ഉണ്ട്. അതായത് ഗിരിപ്പന്നി മുതൽ ഒട്ടകം വരെയുള്ള എല്ലാ ഐറ്റംസും നമ്മുടെ ഫാമിലുണ്ട്. രാവിലെ മുതൽ അവിടെ എൻട്രി ഒക്കെ ഉണ്ട്. 6 മണിക്ക് വൈകുന്നേരം 6 മണിക്ക് ക്ലോസ് ചെയ്യും. രാവിലെ 11 മണി മുതൽ വൈകിട്ട് 6 മണി വരെയാണ്. ഇത് ഇങ്ങനെ അപൂർവമായിട്ട് ഒരു യാത്രയാണല്ലോ കാളവണ്ടി. മറ്റേ ഈ കുതിരസവാരിയൊക്കെ ആണല്ലോ കൂടുതലായിട്ടുള്ളത്. കുതിരവണ്ടി യാത്ര നമ്മുടെ ഫാമിൽ ഉണ്ടായിരുന്നു നിലവില്. അപ്പൊ അതോടൊപ്പം തന്നെ നമുക്ക് കാളവണ്ടി യാത്രയും. കാരണം ഇന്നത്തെ തലമുറകൾക്കൊന്നും ഇതൊന്നും കണ്ടിട്ടില്ല. തീർച്ചയായിട്ടും എല്ലാവരും ബെൻസയിലും ഓടിയിലൊക്കെ നടക്കുന്നു. ഞാൻ അതൊക്കെ ഒഴിവാക്കി കാളവണ്ടിയിൽ യാത്ര ചെയ്യുന്നു. ഇതിനെ എങ്ങനെയാണ് അവിടെ വരുന്ന ഫാം സന്ദർശിക്കുന്നവർക്ക് എങ്ങനെയാണ് ഇതിന്റെയൊക്കെ ക്രമീകരണങ്ങളൊക്കെ ഏർപ്പെടും? നമ്മൾ ഇതില് അവർക്ക് യാത്ര ചെയ്യാൻ പറ്റും. നമ്മൾ അതിനൊരു ഫീസ് ഈടാക്കിയിട്ടുണ്ട്. അപ്പൊ കാളവണ്ടി യാത്ര എന്ന് പറയുന്ന ഒരു പർപ്പസ് ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇതിന്റെ എല്ലാം കൂടെ മെയിൻ്റെനൻസ് വളരെയധികം ഇതല്ലയോ? മെയിൻ്റെനൻസ് പൊതുവെ ഫാമില് നമുക്ക് നല്ല രീതിയിലുണ്ട്. മെയിൻ്റെനൻസും കാരണം ഇത്രയും ആനിമൽസിനെ, വളർത്തുമൃഗങ്ങളെ കൊണ്ടുപോകണ്ടേ. പാമ്പ് സൈതുള്ള എല്ലാം നമ്മുടെ ഫാമിലുണ്ട്. എക്സോട്ടിക് ആനിമൽസ് എല്ലാം ഉണ്ട്. അപ്പൊ അത് മെയിൻ്റെനൻസ് നല്ല കൂടുതൽ തന്നെയാണ്. പക്ഷെ നമ്മൾ ആഗ്രഹം കൂടെ വേണ്ട. പിന്നെ ഈ പ്രധാനപ്പെട്ട മലയാള സിനിമയിലൊക്കെ ഈ ശിവന്റെ ഈ മൃഗങ്ങളുടെ സാന്നിധ്യം ഉണ്ട്. അത് ഏതൊക്കെ സിനിമകളിലായിരുന്നു? നമുക്ക് ചാർലി മുതലുള്ള തേന്മാവിൻകൊമ്പത്ത് സിനിമയിലൊക്കെ ഉപയോഗിച്ച വണ്ടികളും, അതേപോലെ ടെർബോ എന്ന് പറയുന്ന സിനിമയ്ക്കകത്ത് അഭിനയിച്ച ആമി എന്ന് പറയുന്ന കുതിരയും, ഇതൊക്കെ നമ്മുടെ ഫാമില് നിലവിലുണ്ട്. അല്ലേ? അതെ. പിന്നെ വേറെ എന്തൊക്കെയാണ് അവിടുത്തെ അത്ഭുത കാഴ്ചകളൊക്കെ? നമുക്കവിടെ മിറാക്കിൾ കേവ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്. അതേപോലെ തന്നെ കുതിരവണ്ടി യാത്ര, ഒട്ടക സവാരി, ഇങ്ങനെ പറയുന്ന പല ഐറ്റംസ് നമ്മുടെ ഫാമിലുണ്ട്. എപ്പോഴൊക്കെയാ ഈ പ്രദർശന സമയം? രാവിലെ 11 മുതൽ വൈകിട്ട് 6 മണി വരെ. അപ്പൊ നമുക്ക് കണ്ടില്ലേ, അപൂർവമായിട്ടുള്ള ഒരു കാഴ്ചയാണ്. ഈ കുതിരവണ്ടി മാത്രമല്ല, പുതുതലമുറയ്ക്ക് ഈ കാളവണ്ടിയുടെ അനുഭവം കൂടി പകർന്ന് നൽകിയാണ് മൃഗസ്നേഹി കൂടിയായ തട്ട സ്വദേശി ചിക്കുശിവൻ. ചിക്കു നന്ദന. അപ്പോൾ എല്ലാവരും ഈ കാളവണ്ടി സവാരി ആസ്വദിക്കുക. ഈ തട്ടയിലെ പുള്ളിയുടെ ഫാം സന്ദർശിക്കുക. നമുക്ക് നഷ്ടപ്പെട്ടു പോയ ആ പൈതൃകങ്ങളൊക്കെ വീണ്ടെടുക്കാനുള്ള ഒരു ശ്രമത്തിലാണ്. തീർച്ചയായിട്ടും പുതിയ തലമുറകൾ ഇതൊക്കെ കാണട്ടെ. എന്റെയൊക്കെ ചിലപ്പം കാലം കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതൊന്നും കാണത്തില്ല. അപ്പം നമ്മുടെ മക്കളെ എല്ലാം ഞാൻ കുതിരവണ്ടി ഓടിക്കാനും അതേപോലെ കാളവണ്ടി ഓടിക്കാനും ഒക്കെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. തട്ട ഒരിപ്പുറത്തു നിന്നും ക്യാമറമാൻ പ്രദീപ് അങ്ങാടിക്കലിനൊപ്പം കേരള വിഷൻ ന്യൂസിന് വേണ്ടി പ്രസാദ് ജെ, പത്തനംതിട്ട.